എല്ലാവർക്കും പച്ചത്തുരുത്തിലേക്ക് സ്വാഗതം. ഞങ്ങളുടെ പുരയിടം തന്നെ കാട് കയറിയതിനെ വെട്ടിത്തെളിച്ചിട്ട് വീണ്ടും എന്ന് വെച്ചാൽ പന്നിയെ പേടിച്ച് സത്യം പറഞ്ഞാൽ മനസ്സ് മടിച്ച് കളഞ്ഞിരുന്നതിന് വീണ്ടും ഒരാഗ്രഹം അങ്ങനെ ഒന്നേന്ന് ചെത്തി വൃത്തിയാക്കി കൃഷി ചെയ്യുന്നതിനെക്കുറിച്ചുള്ള വീഡിയോ ആണ് കേട്ടോ. അതായത് ഞാൻ ഇപ്പോൾ ഈ മേടമാസത്തിൽ, അതായത് ഏപ്രിൽ മെയ്യിൽ വാങ്ങി നട്ട തെങ്ങും തൈകളാണ്. ഞാനൊരു ഷോർട്ട് വീഡിയോ ഇട്ടിരുന്നു. 10 തെങ്ങും തൈ ഞാൻ വാങ്ങി നട്ടിരുന്നു. ഈ 10 എനിക്ക് മൂട് പിടിച്ച് കിട്ടിയിട്ട് ഇവിടെ ഭയങ്കര പന്നിച്ചില്ലാന്ന് വെച്ചാൽ അതോ അതിൻ്റെ കിടക്കാണ് പന്നികൾ കിടക്കുന്നത്. അത് ഞങ്ങളുടെ പുരയിടം അല്ല കേട്ടോ, വേറൊരാളുടെ പുരയിടമാണ്. അയാളുടെ വൃത്തിയാക്കി തരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അയാൾക്ക് ഒരു അനക്കവും ഇല്ല. എന്തരാവണമെന്ന് അറിയാൻ വയ്യ. വിചാരിച്ച് ഇനി ഇവിടെ എല്ലാം നട്ടേം വെച്ച് വേലി പോലെയോ അങ്ങനെ നെറ്റാ വെച്ച് അത് മറയ്ക്കാം. അത് ചില്ലറ സ്ഥലമല്ലല്ലോ. അതുകൊണ്ട് അതിൻ്റെ ഒരു വിഷമവും മാനസിക വിഷമങ്ങളും ബുദ്ധിമുട്ടും എല്ലാം ഞങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ ഈ തെങ്ങും തൈകൾ പന്നി എടുക്കാതിരിക്കാൻ ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ ഇതേപോലെ ഓല കുത്തി വെച്ചേക്കുന്നുണ്ട്. നിൽക്കുന്ന എല്ലാ തെങ്ങും തൈക്കൊന്നും അവിടെ ഒരു തെങ്ങും തൈ നിൽപ്പുണ്ട്, അവിടെ ഒരു തെങ്ങും തൈ നിൽപ്പുണ്ട്. ഇതിനെല്ലാത്തിനും ഞാൻ ഇതേപോലെ ഓല കുത്തി മറച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ചുവട്ടിൽ ഒരുപാട് മരത്തിൻ്റെയൊക്കെ ചില്ലകളും തോലും കമ്പും എല്ലാം കോതി ഇട്ടിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. പന്നി ഇതുവരെയും കുത്തി എടുത്തില്ലേ 10 തൈയും രക്ഷപ്പെട്ട് കിട്ടി. ഇനിയിപ്പോൾ അതിന് മണ്ണൊക്കെ എടുത്തിടുമ്പോഴത്തേക്ക് ഇനിയൊന്നും ചെയ്യത്തില്ലായിരിക്കും. ഈ തേങ്ങയോട് കൂടിയ മുകൾ ഭാഗം ഇരിക്കുമ്പോഴാണ് പന്നി വന്നത് എടുക്കുന്നത് എന്നാണ് എൻ്റെ അനുഭവം. എല്ലാവരും പറഞ്ഞതും അങ്ങനെയാണ്. എന്തായാലും ഇതുവരെ പോയില്ല, അപ്പോൾ ഇനി പോകില്ലെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതൊരു ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ കാട് വെട്ടിത്തെളിച്ചിട്ട് ഒന്നേന്ന് കൃഷി ചെയ്യുക. എന്ന് വെച്ചാൽ അന്ന് ഞാൻ അത്രത്തോളം കഷ്ടപ്പെട്ടും കുറച്ചൊക്കെ പൈസ ചിലവാക്കി, കുറച്ചൊക്കെ ഞങ്ങൾ തന്നെ കൃഷി ചെയ്ത് തന്നെ കഷ്ടപ്പെട്ട് അങ്ങനെ എല്ലാം ചെയ്തേനെ. ഇവിടാണ്ട് ഒരുമാതിരി ഈ മൂട്ടുപുല്ല് പോലത്തെ ഈ നീളം പുല്ല് കണ്ടോ, ഇതങ്ങ് ഭയങ്കരമായിട്ട് കയറി പിടിക്കും. ഇത് കിളിച്ച് ഒരാഴ്ച കഴിഞ്ഞ് നോക്കുമ്പോഴത്തേക്ക് ഇതങ്ങ് വലുതായി നിൽക്കും. അപ്പോൾ ഈ വാഴക്കത്തൈകൾ നിൽക്കുന്നത് വാഴക്കന്നിൽ തന്നെ കുറേ എണ്ണമൊക്കെ അതൊക്കെ കുറേ പന്നി കുത്തി കളഞ്ഞായിരുന്നു. ഞാൻ അതിൻ്റെ പുറത്ത് വീണ്ടും തോലുമൊക്കെ കൊണ്ടിട്ടിട്ടാണ് കുറച്ച് വാഴകളൊക്കെ കിട്ടിയത്. വാഴക്കന്ന് കുറച്ചൊക്കെ എനിക്ക് പോയിട്ടുണ്ട് കേട്ടോ. അതിന് കന്നിൻ്റെ മോശാവസ്ഥ കൊണ്ടും ആയിരിക്കാം, പന്നി കുത്തിയത് കൊണ്ടും ആയിരിക്കാം. പന്നി വന്നിട്ട് ഈ വാഴയുടെ നമ്മൾ നടുമ്പോൾ ആ മണ്ടയുണ്ടല്ലോ അത് കുത്തി തുറന്ന് വെക്കും. പിന്നെ അത് കിളിക്കത്തില്ല. അതിൻ്റെ കുരുപ്പ് എവിടെയെങ്കിലും ഉണ്ടെങ്കിലല്ലേ കിളിക്കൂ. അങ്ങനെയാണ് നശിച്ചു പോകാൻ കാരണം. അപ്പോൾ ഈ ഇങ്ങോട്ട് കുറച്ച് ഭാഗം പരിപാടികൾ നമുക്കുണ്ട് കേട്ടോ. അതും കൂടെയൊക്കെ വൃത്തിയാക്കി എടുത്തിട്ട് ഇവിടെയൊക്കെ മരച്ചീനിയൊക്കെ നട്ടതാണ്. ഈ വാഴയുടെ ഇടയ്ക്കൊക്കെ അന്ന് നട്ടിരുന്നതാണ്. മരച്ചീനിയൊക്കെ പോയി. ഇതൊരു സപ്പോട്ട തൈയാണ്. ഇതൊക്കെ മേടിച്ച് നട്ടേണി എന്തെങ്കിലുമൊക്കെ നട്ട് കഴിഞ്ഞാൽ അതിന് വളമൊക്കെ ഇട്ടും പിന്നെ മണ്ണ് പറിച്ചുമൊക്കെ കുറച്ചുകൂടെയൊക്കെ. പക്ഷേ സത്യം പറഞ്ഞാൽ പേടിക്കേണ്ട അവസ്ഥയാണ് ഇപ്പോൾ ഇങ്ങോട്ട് ഇറങ്ങാനായിട്ട്. മുള്ളംപന്നിയുണ്ട്, പന്നിയുണ്ട്, കുരങ്ങുണ്ട്, മയിലുണ്ട്, അതേപോലെ ഊളനുണ്ട്, പിന്നെ വള്ളിപ്പൂച്ച എന്ന് പറയും, കാട്ടുപൂച്ച, അതുമൊക്കെ ഉണ്ട് കേട്ടോ. സന്ധ്യയ്ക്ക് മറ്റേത് രാത്രിയൊക്കെ താമസിച്ചൊക്കെ ആയിരുന്നു ഇറങ്ങണം. ഇപ്പോൾ സന്ധ്യ സമയത്തൊക്കെ റോഡിന് കുറുക്കിനൊക്കെ എടുത്തിയാണ്. പിള്ളേരൊക്കെ ബൈക്കിൽ പോകുമ്പോൾ നമുക്ക് പേടിയാണ്. ഭഗവാനെ, അവർ പിള്ളേർ കണ്ടില്ലെങ്കിൽ ഇതെടുത്ത് ചാടുന്ന വഴിയിട്ട് ചെന്ന് ഇടിച്ചാൽ മറിഞ്ഞ് വീഴും, എന്തായാലും അപകടം പറ്റൂലേ. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളും പേടികളും ഒക്കെ ഉണ്ട് കേട്ടോ. ഞാൻ നേരത്തെ ഒരു ഷോർട്ടിൽ പറഞ്ഞില്ല, ഇവിടെ ഒരുപാട് പൂമ്പാറ്റയാണ്. അത് പറക്കാണ്ട് ശരിക്കും പൂമ്പാറ്റയാണ് കേട്ടോ. നമ്മളെ ഏരിയ നിറയെ പൂമ്പാറ്റയാണ്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എവിടെ എല്ലാം ഒരുമാതിരിയില്ല. കമ്മൽ ചെടി എന്ന് പറയുന്നത് മഞ്ഞ പൂടിക്കുന്ന ആ ചെടിയുണ്ട് കണ്ടോ. ഇത് കണ്ടോ, ഇതൊരു ടാങ്കാണ്. അതുകൊണ്ട് അതിൻ്റെ അകം വൃത്തിയാക്കാൻ നോക്കിയപ്പോൾ അതിൻ്റെ തണലിയെ കണ്ടതുകൊണ്ട് ഇങ്ങനെ ഇട്ടേക്കാണ്. നാളെ ഇനി ഓല എങ്ങാനുമൊക്കെ വെട്ടിയിട്ടിട്ട് തീയിട്ട് കളയാമെന്ന് വിചാരിക്കണം. അതിന് ശേഷം വൃത്തിയാക്കാം അങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കമ്മലിയടി ഇവിടെ ധാരാളമായിട്ടുണ്ട്. ഇത് പൂക്കുന്നതിന് മുമ്പാണ് നമ്മൾ ചെത്തി കളയുന്നതെങ്കിൽ കുറേയൊക്കെ നമുക്കിതിനെ നിയന്ത്രിക്കാൻ പറ്റും കേട്ടോ. ഇത് വളർത്തിയെന്നൊക്കെയാണ് വരുന്നതെന്നാണ് എല്ലാവരും പറയുന്നത്. അതിനെക്കുറിച്ച് അറിയത്തില്ല. എന്തായാലും ഇപ്പോൾ ഈ ഏരിയയിൽ മുഴുവനും ഉണ്ട്. ഒരുമാതിരി പടർന്നു പോണ വള്ളിച്ചെടിയും ഉണ്ട്, ഈ കമ്മലിയടിയും ഉണ്ട് കേട്ടോ. ഇത് പൂത്ത് കഴിഞ്ഞാൽ പിന്നെ അത് മാറാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഭയങ്കരമായിട്ടങ്ങ് പിടിച്ചു കളയും ഇവിടെ എല്ലാം. അപ്പോൾ മരച്ചീനിയൊക്കെ പോയി കേട്ടോ. മരച്ചീനിയൊക്കെ ഇനിയുണ്ട്. മരച്ചീനിക്ക് ഇങ്ങനെയൊക്കെ അങ്ങും ഇനി ഓരോ നിൽക്കുന്നേ ഉള്ളൂ. അപ്പോൾ മരച്ചീനിയൊക്കെ ഇനി ഒന്നേന്ന് നട്ട് റെഡിയാക്കി എടുക്കേണ്ടി വരും. കണ്ടേ, ഒരു തെങ്ങും തൈ ഉണ്ടോ, ഞാൻ പറഞ്ഞില്ലേ, ഇതിൻ്റെ അടിയിലെല്ലാം നിറയെ അതും ഇതൊക്കെ വെട്ടി വാരി ഇട്ടിട്ടാണ് ഇങ്ങനെ തൈ നട്ടേക്കണം. തൈര് 4 വശം ഓല കുത്തിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഇനി നടുമ്പോൾ ഈ പന്നീരെ ശല്യമുള്ള സ്ഥലങ്ങളിൽ ഇങ്ങനെ എന്തെങ്കിലും ചെയ്ത് നോക്കൂ. നമുക്ക് പറ്റുന്ന ചെയ്ത് നോക്കണമല്ലോ. ചിലപ്പം പല തയ്ക്കും. ഇവിടെ എന്തുകൊണ്ടാണ് ഇത് എടുക്കാത്തതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ നട്ടപ്പോൾ എല്ലാവരും എന്നെ വഴക്കുറഞ്ഞ്. അവരൊക്കെ നട്ടതെല്ലാം പന്നി കൊണ്ടുപോയി. വെറുതെ പൈസ കളയണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ വിചാരിച്ചു എന്ത് വരട്ടെന്നും പറഞ്ഞുകൊണ്ട് രണ്ടും കൽപ്പിച്ച് ഇപ്പോൾ ഈ കാട് വൃത്തിയാക്കി കൃഷിയൊക്കെ ഇറങ്ങുന്നത് പോലെ തന്നെ ഒരു ധൈര്യത്തിൽ അങ്ങ് ചെയ്തതാണ് കേട്ടോ. എന്തും വരട്ടേന്ന് വെച്ച് ചെയ്ത് എന്തായാലും അത് പിടിച്ചു എന്നാണ് എൻ്റെ വിശ്വാസം. ഇനിയിപ്പോൾ മണ്ണൊക്കെ ഇട്ടൊന്ന് തേങ്ങ കാണാത്ത വിധത്തിൽ മണ്ണൊക്കെ ആകുമ്പം പിന്നെ പന്നിയൊന്നും ചെയ്യൂലെന്ന് തോന്നുന്നു കേട്ടോ. ഇതിൻ്റെ ഇടയിലൊക്കെ ഇരിക്കുന്ന ചെറിയ പച്ചമഞ്ഞളാണ്, നമ്മൾ സാധാരണ നാടൻ മഞ്ഞൾ. കസ്തൂരി മഞ്ഞളാണ് ഇവിടെ കൂടുതലും പിടിക്കുന്നത്. ഇല്ലിങ്ങനെ വലുതെല്ലാം കണ്ടോ, മരത്തിൻ്റെ പൊക്കം വയ്ക്കുക, വാഴര തുല്യ പൊക്കത്തിൽ നിൽക്കുന്നുണ്ട്, അതെല്ലാം കസ്തൂരി മഞ്ഞളാണ്. അപ്പോൾ ഇവിടെ ഇത്രയും നമ്മൾ വൃത്തിയാക്കി എത്തിയിട്ടുള്ളൂ. എത്ര ദിവസത്തെ ജോലിയാണെന്നറിയാമോ.
ഇനി ഇങ്ങോട്ടൊക്കെ കുറച്ചുകൂടെ വൃത്തിയാക്കാനുണ്ട്. അവിടെ കുറച്ച് വെള്ളം കിട്ടുന്ന സ്ഥലമാണ്. അവിടെ ഞാൻ പിന്നെ വിചാരിക്കുന്നത് നിരപ്പാക്കിയിട്ട് നെല്ല് വാങ്ങി വിതച്ചാലോ എന്ന്. സത്യം അങ്ങനെ ഞാൻ ചിന്തിച്ചു പോയേ. ഇത് ഞാൻ നേരത്തെ വീഡിയോ കാണിച്ചിട്ടുള്ള സ്ഥലമാണ്. ഇവിടെയൊക്കെ ഒരുവിധം വൃത്തിയാക്കി എടുത്ത്, തീരെ ഭയങ്കരമായിട്ടൊന്നും വൃത്തിയാക്കി എടുത്തില്ലെങ്കിലും ഒരു വിധമാണ് വൃത്തിയാക്കി എടുത്തേക്കുന്നത്. ഇനിയിപ്പം ഇവിടെ നമുക്ക് മഴ കിട്ടുന്നില്ല, ഇപ്പം മഴയില്ല. അപ്പോൾ ഇനി ഒരു മഴ കിട്ടിക്കഴിഞ്ഞാൽ കുറച്ച് വളം ഇട്ട് മൊത്തത്തിൽ ഒന്ന് മണ്ണ് കിളച്ചിട്ട്, അന്ന് നമ്മൾ കിളച്ചതൊന്നുമില്ല, വെറുതെ ചെത്തി കാട് കളഞ്ഞതേ ഉള്ളൂ. കാരണം എങ്ങനെയാവും എന്തരാവും അറിയാൻ വയ്യായിരുന്നു. അപ്പോൾ ഇവിടെ വാഴയും മരച്ചീനിയും അതുപോലെ ചേമ്പും ഒക്കെ നന്നായി വരുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് പയറൊക്കെ നട്ട് പടത്തിയിട്ടിട്ടുണ്ട് കേട്ടോ. ഇവിടെ മധ്യത്തൊരു കിണറും ഉണ്ട് നമുക്ക്. ഈ തെങ്ങും തൈ അതിൻ്റെ കൂടെ ഉള്ളതാണ്. തെങ്ങും തൈ അതുപോലെ തന്നെ ഈ അടയ്ക്കാമരത്തേക്ക് 6 മാസം കൊണ്ട് കായ്ക്കുമെന്നൊക്കെ പറഞ്ഞ് തന്നേക്കുകയാണ്. ഈ മഴ കഴിഞ്ഞിട്ട് വേണം അതിനൊരു വളം ചെയ്തത് മേലോട്ടൊന്ന് വരാൻ. അതെന്നെ ഒന്നും ചെയ്യണില്ലേ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നു കേട്ടോ. കഷ്ടാവസ്ഥയിലാണ് അടയ്ക്കാമരത്തേക്കൊക്കെ നിൽക്കുന്നത്. എൻ്റെ വെണ്ടയിലൊക്കെ നിറയെ വെണ്ടയ്ക്കയൊക്കെ ഉണ്ട്. ഇന്നലെ ഞാൻ പിച്ചിയായിരുന്നു. ഇന്നലെ വെണ്ടയ്ക്കയും കത്തിരിക്കയും പയറും കൂടെയാണ് ഉഴുക്കുരട്ടി വെച്ചത്. ഇന്നൊരു ഉഴുക്കുരട്ടിക്കുള്ള നിൽപ്പുണ്ട്. നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ ഇത്തിരിയൊക്കെ നമ്മൾ വല്ലതും ചെയ്യുകയാണെങ്കിലും നമുക്ക് ദിവസം വീട്ടിൽ അത്യാവശ്യത്തേക്കുള്ള ഉഴുക്കുരട്ടിക്കോ അല്ലെങ്കിൽ തോരത്തിനോ ഒക്കെ പിച്ചിയെടുക്കാനുള്ളത് കിട്ടും. അതൊക്കെ ആർക്കും ചെയ്യാം കേട്ടോ. ഒരുപാട് ജോലി, ഒരുപാട് സ്ഥലം ഒന്നും വേണ്ട. ഇതെൻ്റെ ഒരു വെറ്റക്കൊടിയാണ്. ഞാൻ ഇന്നലെ നിങ്ങളുടെ പറഞ്ഞില്ലേ, ഷോർട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നേ, വെറ്റ നട്ടേൻ്റെ കൂടെ തന്നെ തുളസി വെറ്റ, കറുത്ത വെറ്റയും കൂടെ കയറി പിടിക്കുന്നു. നിങ്ങളിത് കണ്ടോ? ഇത് ഞാൻ വെള്ള വെറ്റ നട്ടതാണ്. പക്ഷേ ഇപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു അവസ്ഥ. അതും നേരത്തെ പന്നീര് കാര്യം പറഞ്ഞാൽ മനസ്സ് മടിച്ചിട്ടേക്കുന്ന സാധനവും. എങ്ങനെ ചെയ്യാൻ തോന്നും? നമ്മൾ 1, 2, 3 പ്രാവശ്യമൊക്കെ ശ്രമിച്ച്, പലവട്ടം ശ്രമിച്ച്, എന്നാലും പിന്നെ ഇങ്ങനെയൊക്കെ ഒരു ദുരവസ്ഥ എത്തുമ്പോഴത്തേക്ക് സങ്കടം തോന്നും. ഇവിടെ കത്തിരിയുണ്ട്. ഇത് ഞാൻ ചെല്ലിയെ കൊത്തിയെടുത്തതിൻ്റെ തെങ്ങും തൈയാണ്. അതിൻ്റെ റെഡ് ലേഡി പപ്പായയാണ്. പപ്പായക്കൊക്കെ വലുതാകുന്നുണ്ട് കേട്ടോ. എല്ലാവരും പറയുന്നത് ഒറ്റ പ്രാവശ്യമൊക്കെ ആക്കിയുള്ളൂ, പിന്നീട് മൂട് അഴുകി പോകുമെന്നാണ് പറയണത്. അതെനിക്കറിയാൻ വയ്യ. എന്തായാലും ഞാൻ വേറെ 2-3 തൈയും കൂടെയൊക്കെ പരീക്ഷണാർത്ഥം നട്ട് പിടിപ്പിച്ചിട്ടുണ്ട്. നോക്കട്ടെ, ഇതേ കായ്ച്ചോളൂ, മറ്റൊന്നും കായ്ക്കുന്ന സമയമായില്ല. ഇവിടെയൊക്കെ ചേനയും കത്തിരിയൊക്കെയാണ് നട്ടേക്കുന്നത് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് പപ്പായയും പച്ചമുളകും ഒക്കെ ഉണ്ടെന്നേ ഉള്ളൂ. ചേനയാണ് കൂടുതലും. നനകിഴങ്ങ്, അഗസ്തി, അങ്ങനെ എല്ലാം ഉണ്ടേ. അപ്പോൾ എൻ്റെ ഈ കൃഷിയെക്കുറിച്ചുള്ള കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും വേണം. കൂടെ നിങ്ങളുടെ കമൻസും അറിയിക്കണം. അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ബൈ ബൈ. താങ്ക് യു.